നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ഏൺ കെറോ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഏൺ കെറോ എന്ന വെബ്സൈറ്റിനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് യൂസേഴ്സും വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാഷ് ഫ്ലോ ഗെയിമിംഗ് ഒക്കെ ഏൺ കെറോ യൂസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അതേസമയം ഒരുപാട് പേര് പറയുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉടായിപ്പാണ്, ഇതൊക്കെ ഫേക്ക് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു പുതിയൊരു ഐറ്റവും അതുമാത്രമല്ല ഏൺ കെറോയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ്, എനിക്കുണ്ടായ പ്രോഫിറ്റ്സും വിത്ത് പ്രൂഫാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഏർണിങ്സ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഭാഗം തന്നെ ഏൺ കെറോ എന്ന വെബ്സൈറ്റിലൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അഫിലിയേറ്റ് പോലത്തെ ഒരു സാധനമാണ് ഏൺ കെറോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഏൺ കെറോ എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ആയിരുന്നു. എപ്പോഴും നിങ്ങൾക്കറിയാം വെബ്സൈറ്റ് ആണെങ്കിൽ കുറച്ച് പ്രയാസമാണ് നമുക്ക് ഓപ്പൺ ചെയ്യാനും എല്ലാം. പക്ഷേ ഏൺ കെറോയുടെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. വെബ്സൈറ്റ് തന്നെ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏൺ കെറോയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ലിങ്ക് ഉണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏൺ കെറോയുടെ ആപ്ലിക്കേഷനാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏൺ കെറോയുടെ അക്കൗണ്ട് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വളരെയധികം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പോപ്പുലർ കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാറ്റഗറീസ്, ഹെൽത്ത് ആണോ, വുമൺ ഫുഡ്വെയർ ആണോ, ബേബി പ്രോഡക്ട്സ് ആണോ, ബാഗും ലഗേജും ആണോ, ഹോം ആൻഡ് കിച്ചൺ ആണോ, ഇലക്ട്രോണിക്സ് ആണോ, അങ്ങനെയുള്ള കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ 99 രൂപയ്ക്കകത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ പ്രോഡക്ട്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് താഴേക്ക് പോകുന്ന സമയത്ത് അതിൽ പ്രോഫിറ്റ് വൈസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് 99 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണ്. ഇവിടെ ഇന്ത്യൻ ടെറൈൻ്റെ കുറേ ടീഷർട്ടും ഷർട്ടൊക്കെ ഉണ്ട്. പിന്നീട് 199 രൂപ 200 രൂപ പ്രോഫിറ്റ് കിട്ടുന്നത് എവിടെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണം, 250 രൂപ പ്രോഫിറ്റ് കിട്ടണത് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല പിന്നീട് ഓരോ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് സെല്ലിംഗ് ഇലക്ട്രോണിക്സ്, ഹോട്ട് ഡീൽസ് ആൻഡ് ഹോം ആൻഡ് ഗ്രോസറി എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതൊരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും, ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഏതൊരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിവ്യയുടെ ഈ ഒരു മെൻ ഫേസ് വാഷ് നോക്കുകയാണെങ്കിൽ 11 രൂപയാണ് അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആരോയുടെ ഒരു കോട്ടൺ ഷർട്ട് നോക്കുകയാണെങ്കിൽ 850 രൂപ പ്രൈസാണ്. 255 രൂപ നമുക്ക് ഇതായിട്ട്, അല്ലെങ്കിൽ 255 രൂപ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് വാങ്ങിപ്പിക്കണമെന്ന് പോലും ഇല്ല. നിങ്ങൾക്കിപ്പോൾ ആരോയുടെ ഒരു ടീഷർട്ട് എടുക്കണം അല്ലെങ്കിൽ ആഡിഡാസിൻ്റെ ഒരു ഫുഡ്വെയർ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൂടെ ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 250 രൂപ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ 800 രൂപ മുടക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ബാക്കി പൈസ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരാണ്. പിന്നീട് നിങ്ങൾക്ക് ആമസോണിൽ നിന്നുള്ള ലിങ്ക് നിങ്ങൾക്ക് ഷോർട്ടൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേക്ക് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം ഇവിടെ ഉണ്ട്. അവിടെ നമുക്ക് ലിങ്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഫുള്ളായിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ട്യൂട്ടോറിയൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. പിന്നീട് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഏതൊക്കെ സാധനങ്ങളാണ് നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, ചെയ്തിട്ടില്ലേ, ഓർഡർ ആയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഹിസ്റ്ററിയിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഏർണിങ്ങും അതുമാത്രമല്ല ഞാൻ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ആ ഒരു പ്രൂഫുമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിപ്പോൾ മൈ ഏർണിംഗ് എടുത്തിട്ടുണ്ട്. മൈ ഏർണിംഗ് എടുത്ത് നോക്കുന്ന സമയത്ത് കണ്ടോ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു 3 ഗാഡ്ജറ്റ്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ വേറൊരു വീഡിയോയിൽ. അതിൻ്റെ അകത്ത് ഉള്ള ഒരു 2 ഗാഡ്ജറ്റ് ഞാൻ ഏൺ കെറോയുടെ ലിങ്കാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ വിലപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, 31 തീയതി ജൂലൈ 2019 ആമസോണിൽ നിന്ന് ഒരു സാധനം പോയിട്ടുണ്ട്. 168 രൂപയുടെയാണ് എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 9.65 പൈസ. അത് കഴിഞ്ഞിട്ട് 168. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആമസോണിൻ്റെ 456 രൂപയ്ക്ക് ഒരു ഓർഡർ പോയിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ
എൻ്റെ സബ്സ്ക്രൈബർ ഞാൻ കൊടുത്ത ലിങ്കിൽ കൂടി കയറിയിട്ട് 2-3 സാധനങ്ങൾ ഒരുമിച്ച് ഓർഡർ ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് 39 രൂപ പ്രോഫിറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇതാ 3 രൂപ പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഏറ്റവും കൂടുതൽ നോക്കുകയാണെങ്കിൽ പിന്നീട് ഇതാ 253 രൂപയുടെ പർച്ചേസിൽ 7 രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് 7 രൂപ, 9 രൂപ, അങ്ങനെ ഇതാ ഓർഡേഴ്സ് എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അവസാനം നിങ്ങൾ കാണുന്നുണ്ട് പെൻഡിങ് എന്ന് കിടക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാഷ് വരെ എന്നെ വിളിച്ച് ചോദിച്ചൊരു കാര്യമാണ്, ഇതെന്താണ് പെൻഡിങ് എന്ന് കാണിക്കുന്നത്, ഇതെനിക്ക് കാണിക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് മാത്രമേ നമ്മുടെ ഏൺ കെറോ അക്കൗണ്ടിലേക്ക് അത് കാണിക്കത്തുള്ളൂ. ഇതേപോലെ പെൻഡിങ് എന്ന് കാണിക്കത്തുള്ളൂ. ഇങ്ങനെ പെൻഡിങ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് ഓർഡർ ഡെലിവറായി 1 മാസം അല്ലെങ്കിൽ 30 ദിവസത്തിനിടയ്ക്ക് ഈ പെൻഡിങ് എന്നുള്ളത് അപ്രൂവ്ഡ് എന്നാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തതിന് ശേഷം അത് 1 മാസത്തിൻ്റെ ഇടയ്ക്കാണ് റീപ്ലേസിങ്. അങ്ങനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ പെൻഡിങ് എന്ന് കാണിക്കുന്നത്. ആ ഒരു പെൻഡിങ് എന്നുള്ള സാധനം മാറി അപ്രൂവ് എന്നാവും. അപ്രൂവ് എന്നായതിനു ശേഷം നമുക്ക് ഇതിനകത്തുനിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇതിനകത്ത് എങ്ങനെയാണ് വിഡ്രോയിങ് എന്നുള്ളത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസ ഞാൻ വിഡ്രോ ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ചെയ്യേണ്ടത് മൈ ഏണിംഗ് എന്ന് പറഞ്ഞ സാധനം സെലക്ട് ചെയ്തതിനു ശേഷം റിക്വസ്റ്റ് പ്രോഫിറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഏത് തരം പേയ്മെൻ്റ് ആണ് വേണ്ടതെന്നുള്ളത്. ബാങ്ക് പേയ്മെൻറ്റ്, NEFT. ഞാൻ നെഫ്റ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. ഗെറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞ സാധനം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു OTP രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരും. ആ ഒരു OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ OTP എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, കൺഗ്രാറ്റുലേഷൻസ്, വി ഹാവ് റിസീവ്ഡ് യുവർ പേയ്മെൻറ്റ് റിക്വസ്റ്റ്, പ്ലീസ് അലോ 6 to 8 ബിസിനസ് ഡേയ്സ് ഫോർ മണി ടു റീച്ച് യുവർ അക്കൗണ്ട്. അതായത് ഏകദേശം 6 മുതൽ 8 ദിവസം വരെ എടുക്കും. എനിക്ക് ഏകദേശം 10 ദിവസം എടുത്തു. നിങ്ങൾക്കിപ്പോൾ SBIയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 6 ദിവസം മാത്രം മതി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാനായിട്ട്. അതെന്തോ ഒരു നല്ല കാര്യമാണ്. SBIയിലൊക്കെ അക്കൗണ്ട് ഉള്ളവർക്ക് ഈ നെഫ്റ്റ് പേയ്മെൻ്റ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. നോർമൽ പ്രൈവറ്റ് ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ള എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്, അതുകൊണ്ട് എനിക്ക് 10 ദിവസം എടുത്തു. ചില സമയത്ത് 8 ദിവസത്തിനും 7 ദിവസത്തിനൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ മിക്കവാറും 10 ദിവസമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് SBIയുടെ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് SBIയുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. കാരണം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാശ് കിട്ടും. ഇത് ഉടായ്പായിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ ഇതിനകത്ത് നിന്ന് 26,902 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ലിങ്ക് കൊണ്ട് പലരും മേടിച്ചതൊന്നുമല്ല. ഇവിടെ ഞാൻ കുറേ അക്വസ്റ്റിക് പാനൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് 4000 രൂപയാണ്, ഒരു 18 എണ്ണത്തിന് 4000 രൂപയാണ്. അങ്ങനെ അക്വസ്റ്റിക് പാനലും ഉള്ള സാധനങ്ങളെല്ലാം, കുറച്ച് ലൈറ്റും അങ്ങനെയുള്ള സാധനങ്ങളും വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഈ ഒരു ഏൺ കെറോ എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏൺ കെറോ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തതിൽ നിന്ന് കുറച്ച് തുക എനിക്ക് ഇന്ന് തിരിച്ച് കിട്ടി. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ വിചാരിച്ചേക്കാം ഞാൻ അത്ര വലിയ ഷെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത്. നിങ്ങൾ കുറച്ച് നേരം ഇതിനകത്തോട്ട് സ്പെൻഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നല്ലൊരു ഏണിംഗ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഏൺ കെറോ എന്ന ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏൺ കെറോ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചിട്ട്. പിന്നീട് ഞാൻ വിട്ടുപോയൊരു കാര്യം, നമ്മളിവിടെ ഒരു 3 വരയുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടുഡേയ്സ് എക്സ്ക്ലൂസീവ് ഓഫർ, ഹയസ്റ്റ് പ്രോഫിറ്റ് സ്റ്റോർസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറീസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറീസ്, ഹയസ്റ്റ് പ്രോഫിറ്റ് സ്റ്റോർസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന സ്റ്റോഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. 400 രൂപയുടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 120 വരെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ. അത് കഴിഞ്ഞിട്ട് Ajio.com നോക്കിക്കഴിഞ്ഞാൽ 45 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. 45 രൂപ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. കാരണം 200 സംതിങ് എത്ര രൂപയുടെ പർച്ചേസിന് എനിക്കാകെ കിട്ടിയിട്ടുള്ളത് 9 രൂപയാണ് പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 45 രൂപ പ്രോഫിറ്റായിട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്കൊക്കെ ഈസി ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഷെയർ നൗ എന്ന് പറഞ്ഞ സാധനം ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതാണ് സംഭവം. ഏൺ കെറോ എന്ന വെബ്സൈറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഏൺ കെറോ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ.